ഒരു പക്ഷേ ഈ നാട് കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ടി പ്രദീപ് കുമാർ എന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ടി പ്രദീപ് കുമാർ എന്നും എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും എളുപ്പം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അന്ധമായിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴയ്ക്ക് പകരം ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള വേണമെങ്കിലൊരു പ്രകടന പത്രിക എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇതോടുകൂടി ഈ ഒല്ലൂക്കരയിലെ നമ്മുടെ ഡിവിഷൻ കമ്മിറ്റി വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നത്. പ്രദീപ് കുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവാണ്. കേവലം ഒല്ലൂക്കരയെ പ്രതിനിധീകരിക്കുക എന്ന വലിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ തൃശ്ശൂരിലെ കോർപ്പറേഷന് പ്രത്യയശാസ്ത്രപരമായി ഭൗതികമായി അതിന് നേതൃത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വ നിരയിൽ നിൽക്കാവുന്ന ഒരു ലീഡറെയാണ് യഥാർത്ഥത്തിൽ ഒല്ലൂക്കരയിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒല്ലൂക്കരയ്ക്ക് കേവലം ഒരു കൗൺസിലറല്ല, തൃശ്ശൂരിലെ കോർപ്പറേഷനിലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഊടും പാവും ചെയ്യാൻ പറ്റുന്ന, ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കോർപ്പറേഷൻ്റെ ഒരു നേതൃത്വത്തെയാണ് വളരെ അഭിമാനപൂർവ്വം ഒല്ലൂക്കരയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മനസ്സായി അവതരിപ്പിക്കുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലെ കൗൺസിലറായി, കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായി, AISF AIVF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സമര നേതൃത്വ നിരയിൽ പങ്കെടുത്ത് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നടത്തിയ അഭിമാനകരമായിട്ടുള്ള നിരവധി സമരങ്ങളുടെ വക്താവാണ് സഖാവ് ടി പ്രദീപ് കുമാർ. അതിനേക്കാളെല്ലാം ഉപരിയായി ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ 2016 മുതൽ 21 വരെയുള്ള 5 വർഷക്കാലം കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് മുതൽ തൃശ്ശൂരിലെ ഭരണകേന്ദ്രങ്ങൾ വരെ നടത്തിയ പ്രവർത്തന പരിചയത്തിൻ്റെ അനുഭവം കൂടി പ്രദീപിനുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ്. ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബദൽ. ഇന്ത്യ രാജ്യത്ത് കേരളത്തെ പോലൊരു സംസ്ഥാനം അവതരിപ്പിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ വികസന ബദലിൻ്റെ ഒരു ഉദാത്തമായ രൂപം 10 വർഷമായി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ, വികസന വസന്തത്തിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഈ കോർപ്പറേഷൻ ഉണ്ടാകണം. അതിൻ്റെ ഗുണഫലങ്ങൾ ഒല്ലൂക്കര ഡിവിഷനിലേക്ക് കിട്ടണം. കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും ഗുണകരമായിട്ടുള്ള വികസന പ്രവർത്തനത്തെ മറകെട്ടി തടുത്തു നിർത്തിയിരുന്ന പഴയ കാലത്തിന് നാം വിട പറയുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനും സർക്കാരും നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു പങ്ക്, ഒരു ഓഹരി ഇനി ഒല്ലൂക്കര ഡിവിഷന് കൂടി ഉള്ളതായിരിക്കും എന്നുറപ്പിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്കാണ് നാം നേതൃത്വം നൽകുന്നത്. വളരെ അഭിമാനപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പ്രകടന പത്രിക ഈ നാടിനു വേണ്ടി സമർപ്പിക്കുന്നു. പ്രകടന പത്രിക ഇറക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. 2016 600 കാര്യങ്ങൾ കേരളത്തിൽ പറഞ്ഞു, 2021 900 കാര്യങ്ങൾ കേരളത്തിൽ പറഞ്ഞു. പ്രകടന പത്രികയ്ക്ക് മറ്റാരെക്കാൾ വില കൽപ്പിക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നേരുന്നു. അഭിവാദ്യങ്ങൾ.